പ്രായം കൂടിയ ആളുകൾ. ഓരോ മഹല്ല് കമ്മിറ്റിയുടെയും അഥവാ പള്ളി ഭരണ സമിതിയുടെയും ഉത്തരവാദിത്തം വളരെ വർദ്ധിക്കുകയാണ്. ഈ ഉത്തരവാദിത്തം വർദ്ധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇതുകൊണ്ട് അപകടം വരുന്നു എന്ന് കണ്ടാൽ ഇതേ പണ്ഡിതന്മാർ തന്നെ ഒരുമിച്ച് കൂടി നേരത്തെ സഹകരിച്ചതുപോലെ സർക്കാർ കൊണ്ടുവരുന്ന നിയമത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. കാരണം സ്വാഭാവികമായി നമുക്ക് ചിന്തിച്ചാലറിയാം, മാർക്കറ്റിലോ മാളിലോ അതുപോലെ ബാറിലോ ആളുകൾ പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ സൂക്ഷ്മതയും സുരക്ഷിതത്വവും പാലിക്കാൻ തീർച്ചയായും പള്ളി കമ്മിറ്റികൾക്ക് കഴിയും. അത്തരം ആളുകൾ മാത്രം തുറന്നാൽ മതി എന്നാണ് സംഘടനകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളിടത്തില്ലാത്ത ഒരു പ്രത്യേകത എന്തുകൊണ്ട് ആരാധനത്തിൽ കാണുന്നു? അതോടൊപ്പം തന്നെ ധാരാളം ആളുകൾ ആത്മഹത്യയുടെ വക്കീലെത്തി നിൽക്കും, ചിലപ്പോൾ പട്ടിണിപ്പാവങ്ങളാകുമ്പോൾ. പക്ഷേ പള്ളികളിലെ ആളുകൾ ആത്മഹത്യ ചെയ്യാതിരിക്കുന്നത് മതപരമായി അതിന് വിലക്കുള്ളത് കൊണ്ടാണ്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്തരം കാര്യങ്ങളിൽ സഹനശക്തി കാണിക്കൽ. ഒരു വഴിയിൽ നിന്ന് മുള്ളെടുത്തിടുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിക്കുന്ന മതം ഒരിക്കലും ഒരു പാൻഡമിക് രോഗം തന്നെ കൊണ്ട് പരക്കുന്നതോ തന്റെ പ്രവർത്തനം കൊണ്ടോ തന്റെ നാട്ടിലെ ആരാധനാലയം കൊണ്ടോ മറ്റൊരാളിലേക്ക് വ്യാപിക്കുന്നതിനെ തടയാൻ തീർച്ചയായും ജാഗരൂകനായിരിക്കും. ആ ബോധവൽക്കരണത്തിന് ശേഷമേ ഇത് തുറക്കേണ്ടത്. ഇത് ഉത്തമമായ ബോധ്യം ശ്രീ സമദ്, അതിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുന്നത് നൂറുകണക്കിന് ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ കുറിച്ചാണ്. അവിടെ ഒരു പക്ഷേ അനുസരിച്ചുകൊണ്ട് നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ തുറക്കാൻ നാം ആവശ്യപ്പെടുന്നുള്ളൂ. പക്ഷേ അത് ആ വെല്ലുവിളിക്കാണ് ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞത്. മാർക്കറ്റിലോ മാളിലോ ബാറിലോ വരുന്ന ആളുകൾ ആര് ബോധവൽക്കരിക്കുന്നു? അവർക്ക് എന്ത് ബോധമാണ് ഈ വിഷയത്തിലുള്ളത്? ആരാണ് അവിടെ പങ്കെടുക്കുന്നത് എന്ന് പോലും നിർണ്ണയിക്കാൻ കഴിയാതെ ഇതൊക്കെ തുറക്കാമെങ്കിൽ കൃത്യമായി ഓരോ മഹലിലും രജിസ്റ്റർ ചെയ്ത വീടുകളിൽ നിന്ന് വരുന്ന അവരുടെ ലിസ്റ്റ് സൂക്ഷിക്കുന്ന ഒരു മഹല്ല് കമ്മിറ്റിക്ക് ഇത്ര ആളുകൾ ഇന്ന സമയത്ത് പ്രവേശിക്കണമെന്ന് നിയന്ത്രിക്കാൻ കഴിയും. അതിന് കഴിയില്ലെങ്കിൽ തുറക്കരുത്. ഇനി അങ്ങനെ ആരാധനാലയങ്ങൾ തുറന്നത് കൊണ്ടാണ് വല്ല അപകടവും ഉണ്ടാകുന്നത് എന്ന് ബോധ്യപ്പെട്ടാൽ ഇതേ പണ്ഡിതന്മാർ കൂടി ചേർന്ന് അടച്ചിടാൻ സഹകരിക്കുമെന്ന കാര്യം തീർച്ചയാണ്. ഇനി ഗവൺമെന്റ് പുതിയൊരു നിയമം കൊണ്ടുവരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നേരത്തെയുള്ള അവസ്ഥ പുനഃസ്ഥാപിക്കുന്നുവെങ്കിൽ അതിനോട് തീർച്ചയായും സാഹചര്യം വിലയിരുത്തി സഹകരിക്കും എന്ന് തന്നെയാണ് പണ്ഡിത നേതാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒരിക്കലും ഇത് വാശിയുടെ കാര്യമല്ല, ഇത് വൈകാരികമായല്ല വൈചാരികമായി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളതൊക്കെ തുറക്കുമ്പോൾ ഈ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് മാത്രം അടച്ചിട്ടിട്ട് എന്ത് കാര്യമെന്ന ചോദ്യത്തിന് എന്ത് മറുപടി നമുക്ക് കൊടുക്കാൻ കഴിയും? IMA പറയുന്നത് അംഗീകരിക്കാം, വിശ്വഗുരന്മാർ പറയുന്നത് അംഗീകരിക്കാം. ആരോഗ്യത്തിൽ തീർച്ചയായും നാം വളരെയധികം കർശനത പുലർത്തണം. പള്ളിയിൽ വരുമ്പോൾ അംഗശുദ്ധി 5 നേരവും വരുത്തണം. കൈകാലുകൾ കഴുകൽ അവിടെ പ്രധാനമാണ്. അത് കോവിഡ് കാലത്തും കോവിഡ് അല്ലാത്ത കാലത്തും. അതുകൊണ്ട് തന്നെ വ്യക്തി വിശുദ്ധി പാലിച്ചുകൊണ്ട് ശുചിത്വത്തോടുകൂടി മാത്രം നിർവഹിക്കേണ്ട ഒരു കർമ്മത്തെ മാത്രം എന്തുകൊണ്ട് ഇത്ര വലിയ ചർച്ചയാക്കുന്നു എന്ന ചോദ്യത്തിന് എന്ത് മറുപടിയാണ് സമൂഹത്തിന് നമുക്ക് കൊടുക്കാനുള്ളത്? മതപണ്ഡിതന്മാർക്ക് കൊടുക്കാനുള്ളത് അതുകൂടി പറയൂ.